സോ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു പർച്ചേസ് റിട്ടേൺ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. അതെ, പർച്ചേസ് റിട്ടേണും അതേപോലെ തന്നെ ഡെബിറ്റ് നോട്ടും എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നോക്കുന്നത്. സോ ഇപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ നമ്മൾ സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്യുമ്പോൾ ഇവിടെ ഷോർട്ട് കട്ട്സ് ആയിട്ട് തരും. അതെല്ലാം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതാ സ്റ്റോക്കിൽ നമുക്ക് പർച്ചേസ് റെസിപ്റ്റ് ഉണ്ട്, അതേപോലെ തന്നെ ഇപ്പോൾ ബയ്യിങ്ങിൽ നോക്കിക്കഴിഞ്ഞാൽ പർച്ചേസ് ഇൻവോയ്സും ഉണ്ടാവും. ഓക്കെ, പർച്ചേസ് ഇൻവോയ്സ്. സോ അപ്പോൾ ഫസ്റ്റ് ഞാനൊരു ഫസ്റ്റ് നമ്മൾ ഫ്ലോ വരുന്നത് പർച്ചേസ് ഓർഡർ, പർച്ചേസ് റെസിപ്റ്റ്, ദെൻ പർച്ചേസ് ഇൻവോയ്സ്. ഓക്കെ, നമ്മളൊരു ഓർഡർ കൊടുക്കുന്നു, സോ അതിനു വേണ്ടി പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യുന്നു. ദെൻ നമുക്ക് ഐറ്റം നമ്മളെ സ്ഥലത്തെത്തി, അതായത് വെയർ ഹൗസിലെത്തി കഴിഞ്ഞാൽ നമ്മൾ റെസിപ്റ്റ് അടിക്കുന്നു, സോ പർച്ചേസ് റെസിപ്റ്റ് ക്രിയേറ്റ് ചെയ്യും. ദെൻ നമ്മൾ എമൗണ്ട് കൊടുത്തിക്കണമെന്നുണ്ടെങ്കിൽ എമൗണ്ട് ആ ഒരു ഐറ്റത്തിന് അഗെയിൻസ്റ്റ് നമ്മളൊരു ഇൻവോയ്സ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ സോ അതിന് നമ്മൾ പർച്ചേസ് ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, സോ ആ ഫ്ലോ ഒക്കെ ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. സോ എങ്ങനെയാണ് നമ്മൾ പർച്ചേസ് റിട്ടേൺ ചെയ്യുക എന്നുള്ളതാണ്. സോ ഫസ്റ്റ് ഞാനൊരു പർച്ചേസ് റെസിപ്റ്റ് എടുത്തു. ഓക്കെ, സോ പർച്ചേസ് റെസിപ്റ്റ് എടുത്തു. സോ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ഒരു ഐറ്റം കംപ്ലീറ്റഡ് ആയിക്കണം, വിച്ച് മീൻസ് ഈ റെസിപ്റ്റ് കംപ്ലീറ്റ് ആയി. സോ ഇതിന് അഗെയിൻസ്റ്റ് എനിക്കൊരു പർച്ചേസ് റിട്ടേൺ ചെയ്യണം. ഓക്കെ, സോ ഇത് വേണ്ട. ഓക്കെ, അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ സെയിം ഐറ്റം തന്നെ ഞാൻ രണ്ട് ഇതാക്കി ചെയ്തേക്കണം. സോ ഇതിൽ എനിക്ക് ഈ ഒരു ഐറ്റം, ഈ ഒരു ക്വാണ്ടിറ്റി എനിക്ക് റിട്ടേൺ ചെയ്യണം. ഓക്കെ, സോ അതിന് ഇവിടെ ക്രിയേറ്റ് ബട്ടൺ ഉണ്ട്. ആ ഒരു പർച്ചേസ് റെസിപ്റ്റ് ഓപ്പൺ ചെയ്യുക. സോ അതിൽ ക്രിയേറ്റ് ബട്ടൺ ഉണ്ട്, ഇതിൽ പർച്ചേസ് റിട്ടേൺ ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മളെ വെയർ ഹൗസിൽ ഇപ്പോൾ 10 ക്വാണ്ടിറ്റി ഡീസൽ എന്നുള്ള ഐറ്റം 10 ക്വാണ്ടിറ്റി നമ്മൾ വെയർ ഹൗസിൽ സ്റ്റോർ എന്നുള്ള വെയർ ഹൗസിൽ അയക്കുന്നത്. സോ അതിൽ എനിക്ക് 5 ക്വാണ്ടിറ്റി റിട്ടേൺ ചെയ്യണം. സോ അതിനാണ് പർച്ചേസ് റിട്ടേൺ ചെയ്യുന്നത്. ഓക്കെ, സോ ക്ലിക്ക് ചെയ്യുന്നു. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഈ റിട്ടേൺ എന്നുള്ള ചെക്ക് ബോക്സ് ടിക്കായി റിട്ടേൺ അഗെയിൻസ്റ്റ് ദിസ് പർച്ചേസ് ഇൻവോയ്സ് റെസിപ്റ്റ്. ഓക്കെ, സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് രണ്ടും മൈനസിൽ വന്നു. സോ ഇതിൽ എനിക്ക് ഈ ഒരു ഐറ്റം മാത്രം എനിക്ക് റിട്ടേൺ ചെയ്താൽ മതി. ഓക്കെ, സോ എമൗണ്ട് കാര്യങ്ങളൊക്കെ മൈനസ് വാല്യൂവിൽ വരും. എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ സേവ് ചെയ്യുക, ദെൻ സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ സ്റ്റോക്ക് ഔട്ടാക്കി, അതായത് ടോട്ടൽ 10 ക്വാണ്ടിറ്റി ഇന്നായത് നമ്മൾ 5 ക്വാണ്ടിറ്റി ഔട്ടാക്കി. സോ അതാണ് പർച്ചേസ് റെസിപ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളെ സ്റ്റോക്കിൻ്റെ കേസിലാണ്. അതായത് അക്കൗണ്ടിങ്സ് അല്ലെങ്കിൽ എമൗണ്ടിൻ്റെ കേസല്ല എഫക്റ്റ് ചെയ്യണം. എമൗണ്ടിൻ്റെ കേസ് എഫക്റ്റ് ആവുന്നത് പർച്ചേസ് ഇൻവോയ്സിലാണ്. ഓക്കെ, സോ റെസിപ്റ്റ് യൂസ് ചെയ്യണത് നമ്മൾ സെയിം ഡെലിവറി നോട്ട്, അതുപോലെ നമ്മൾ എന്താ പറയുക, ഡെലിവറി നോട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് സാധനം നമ്മൾ ഡെലിവറി ചെയ്തു. അതേപോലെ തന്നെ പർച്ചേസ് റെസിപ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് സാധനം നമ്മളെ കയ്യിലെത്തി. ഓക്കെ, സോ ഇപ്പോൾ ഞാൻ പർച്ചേസർ ഈ 2 എന്നുള്ള പർച്ചേസ് റെസിപ്റ്റിന് അഗെയിൻസ്റ്റ് ഞാൻ ഒരു റിട്ടേൺ ചെയ്തു. ഓക്കെ, സോ ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവും ഒന്ന് റിട്ടേണും വന്നിക്കണം, അതേപോലെ നമ്മൾ ഓൾറെഡി ഉള്ള ഒറിജിനൽ ഇത് കംപ്ലീറ്റഡ് മീൻസ് ഇതിലും വന്നു. ഓക്കെ, സോ സ്റ്റോക്ക് ഔട്ടായി. ഇനിയിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ ഒരു റെസിപ്റ്റിന് അഗെയിൻസ്റ്റ് ഇൻവോയ്സ് സെറ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കണോ എന്നുള്ളത് നോക്കാം. സോ അതിന് മോസ്റ്റ്ലി എല്ലാ ഡോക്യുമെൻറ്റ്സിലും ഇതേപോലെ കണക്ഷൻസ് എന്നുള്ളതുണ്ടാവും. സോ ഇതിൽ കണക്ഷൻസിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഇൻവോയ്സ് അതേപോലെ ഇതിൻ്റെ ലിങ്കുകൾ കാണും. അപ്പോൾ ഇതിനിപ്പോൾ ഈ ഒരു റെസിപ്റ്റിന് അഗെയിൻസ്റ്റ് 2 പർച്ചേസ് ഇൻവോയ്സ് ഉണ്ട്, ഒരു പർച്ചേസ് ഓർഡർ ഉണ്ട്, അതേപോലെ ഒരു പർച്ചേസ് റെസിപ്റ്റും ഉണ്ട്. ഓക്കെ, സോ ഈ ഒരു പർച്ചേസ് ഇൻവോയ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലിപ്പോൾ 2 ഇൻവോയ്സ് കാണാം. ഓക്കെ, സോ ഇതിലിപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് ഈ ഒരു ഇൻവോയ്സിന് അഗെയിൻസ്റ്റ് ആണ് റിട്ടേൺ ചെയ്യേണ്ടത്. ഓക്കെ, ഞാനിപ്പോൾ 2 ഇൻവോയ്സ് അടിച്ചത് ഓരോ ഐറ്റത്തിനും, അതായത് ടോട്ടൽ നമ്മൾ പർച്ചേസ് ഓർഡർ ചെയ്തത്, അതായത് റെസിപ്റ്റിൽ ഉണ്ടായിരുന്നത് സെയിം ഐറ്റം 2 ഉണ്ടായിരുന്നു. അത് നമ്മൾ ഒരു ഐറ്റം റിട്ടേൺ ചെയ്തു. സോ റിട്ടേൺ ചെയ്യേണ്ടതിന് മുന്നേ നമ്മളിവിടെ 2 ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്തിരുന്നു. പക്ഷേ ഓരോ സിംഗിൾ ആയിട്ടാണ് നമ്മൾ ഇൻവോയ്സ് അടിച്ചിരുന്നത്. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ എനിക്ക് ഈ ഒരു ഇൻവോയ്സിന് അഗെയിൻസ്റ്റ്, അതായത് ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ഇൻവോയ്സ് പേ ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ കറൻ്റ്ലി ഇപ്പോൾ ഓവർ ഡ്യൂ ആണ്, ബിക്കോസ് പേയ്മെൻറ്റ് എൻ്റർ ചെയ്തിട്ടില്ല. ഫോർ സപ്പോസ് ഞാൻ പേ ചെയ്തു. സോ എനിക്ക് ഈ ഒരു ഇൻവോയ്സ് എന്താ പറയുക, റിട്ടേൺ ഡെബിറ്റ് നോട്ട് അടിക്കണമല്ലോ. ഓക്കെ, സോ ആ ഒരു ഇൻവോയ്സ് ഞാൻ ഓപ്പൺ ചെയ്തു. ഇതിൻ്റെ ഗ്രാൻഡ് ടോട്ടലൊക്കെ വരുന്നത് 550 ആണ്. സോ ഇതിന് അഗെയിൻസ്റ്റ് റിട്ടേൺ ഡെബിറ്റ് നോട്ട് അടിക്കണമെങ്കിൽ സെയിം മെത്തേഡ് ക്രിയേറ്റ്, ദെൻ റിട്ടേൺ ഒരു ഡെബിറ്റ് നോട്ട് ഉണ്ടാവും. സോ ക്ലിക്ക് ചെയ്യുക.
ഇത് പർച്ചേസ് ഇൻവോയ്സിന് എഗെയിൻസ്റ്റ് റിട്ടേൺ ചെയ്യുന്നത് നമ്മളെ എമൗണ്ടിൻ്റെ, അതായത് അക്കൗണ്ട്സിൽ എഫക്റ്റ് ചെയ്യാനാണ്. സോ അതായത് നമ്മളിപ്പോൾ ആ ഒരു 550 എന്നുള്ള എമൗണ്ട് കൊടുത്തു. സോ അത് നമ്മളെ ലെഡ്ജറിൽ അല്ലെങ്കിൽ അതിൽ നിന്ന് റെഡ്യൂസ് ആവണമല്ലോ. ഓക്കെ, സോ അതിനാണ് ഇൻവോയ്സിന് എഗെയിൻസ്റ്റ് റിട്ടേൺ ചെയ്യുന്നത്. സോ അവിടെ നോക്കിയാൽ ഈസ് റിട്ടേൺ ഉണ്ടാവും. ദിസ് ഇൻവോയ്സിന് എഗെയിൻസ്റ്റാണ് റിട്ടേൺ. ദെൻ അപ്ഡേറ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് എന്നുള്ള ചെക്ക് ബോക്സ് ഉണ്ട്. അതേപോലെ തന്നെ അപ്ഡേറ്റ് ബിൽഡ് എമൗണ്ട് ഇൻ പർച്ചേസ് ഓർഡറിൽ നമുക്ക് ബിൽഡ് എമൗണ്ട് അപ്ഡേറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യാം. അതേപോലെ തന്നെ അപ്ഡേറ്റ് ബിൽഡ് എമൗണ്ട് ഇൻ പർച്ചേസ് റെസിപ്റ്റ് ഇതിൽ അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതും ചെക്ക് ചെയ്യാം. ഓക്കെ, സോ ഞാൻ ജസ്റ്റ് ചെക്ക് ചെയ്തു. ഈ ഒരു ചെക്ക് ബോക്സിൻ്റെ മീനിങ്, അതായത് ഇപ്പോൾ നമ്മൾ ഓൾറെഡി എമൗണ്ട് കൊടുത്തിക്കണമെന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ടോട്ടൽ എമൗണ്ട് വരുന്നത് I think 1000 അങ്ങനെ എന്തോ ആണ്. സോ അതിൽ നമ്മൾ 510 കൊടുത്തു. സോ അത് എന്താ പറയുക, നമ്മളെ ഇൻവോയ്സിൽ പാർഷ്യലി പെയ്ഡ് എന്ന് പറഞ്ഞ് കാണിക്കണമല്ലോ. സോ അതിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലാണ് ഇത് അൺചെക്ക് ചെയ്ത് വിടേണ്ടത്. ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്യാം. ഇറ്റ്സ് ഡിപ്പെൻഡ് ഓൺ അവർ പർപ്പസ്. ഓക്കെ, സോ ഞാനിവിടെ ക്വാണ്ടിറ്റി കാര്യങ്ങളൊക്കെ നോക്കി, റേറ്റ് കാര്യങ്ങളൊക്കെ നോക്കി, ദെൻ സേവ്. സോ ഇവിടെ ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് ഫോർ സെൽഫ് എന്നുള്ള ചെക്ക് ചെയ്തിട്ട് ഔട്ടാക്കുന്നത്. സോ അപ്പോൾ തന്നെ ഇവിടെ മെസ്സേജ് വരുന്നത് വി ക്യാൻ സി ഡെബിറ്റ് നോട്ട്, അതായത് ഈസ് എഗെയിൻസ്റ്റ് ഈ ഒരു ഇൻവോയ്സിന് എഗെയിൻസ്റ്റ് ഒരു ഡെബിറ്റ് നോട്ട് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഇഫ് യു വാണ്ട് ടു ഔട്ട്സ്റ്റാൻഡ് ടു ബി അപ്ഡേറ്റഡ് അൺചെക്ക് ദ അപ്ഡേറ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് ഫോർ സെൽഫ്. ഓക്കെ, അതല്ല ഇതേപോലെ തന്നെ നമുക്ക് എന്താ ചെയ്യുക, പിന്നീട് ഫ്യൂച്ചറിൽ പേയ്മെൻറ്റ് റീകൺസിലേഷൻ വഴി ഈ ഇൻവോയ്സ് റീകൺസിലും ചെയ്യാം. ആ ഒരു മെസ്സേജ് ഇവിടെ എന്തായാലും വരും. സോ സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, വീണ്ടും മെസ്സേജ് വരും. ഇതെന്താ വെച്ചാൽ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ആ ഇൻവോയ്സ് റിട്ടേൺ ആയി. നമ്മൾ ഇൻവോയ്സ് വരുന്ന 11. ഓക്കെ, സോ അതൊക്കെ സ്റ്റിൽ ഓവർ ഡ്യൂ ആണ്. ബിക്കോസ് ഞാൻ പേയ്മെൻ്റ് ഒന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ആ ഒരു ഇത് വന്നിരിക്കുന്നത്. ഓക്കെ, അതായത് ഇപ്പോൾ ഈ ഓവർ ഡ്യൂ ഇത്. ഇനി അതല്ല, ഇപ്പോൾ ഈ ഓവർ ഡ്യൂ പാർഷ്യൽ, അതായത് നമ്മൾ ഓൾറെഡി പൈസ കൊടുത്തു. സോ അത് പാർഷ്യലി പെയ്ഡെന്ന് കാണിക്കണമല്ലോ. സോ അതിനാണെന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം. ക്രിയേറ്റ്, ഞാൻ വീണ്ടും ഡെബിറ്റ് നോട്ട് അടിക്കുന്നു. ഞാനിത് അൺചെക്ക് ചെയ്യുന്നു. ദെൻ സേവ്. ഓക്കെ, ഓൾറെഡി റിട്ടേൺ. സോ ഞാൻ വേറൊരു ഇൻവോയ്സിന് അഗെയിൻസ്റ്റ് ചെയ്യാം. ഐ തിങ്ക് പിന്നെ കണക്ഷൻ ഇതുപോലെ റെസിപ്റ്റ് കിട്ടും. സോ ഇപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ പാർഷ്യലി ബിൽഡ് എന്നുള്ള കോളായി. ബിക്കോസ് ഞാൻ അവിടെ ആ ഒരു റെസിപ്റ്റിൻ്റെ ബിൽ എമൗണ്ട് ചെക്ക് ചെയ്തിരുന്നു, അതുകൊണ്ടാണ് പാർഷ്യലി ബിൽഡ് എന്നുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ ഇൻവോയ്സ് എടുത്തു കഴിഞ്ഞാൽ ഇതാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ ഇതിന് അഗെയിൻസ്റ്റ് റിട്ടേൺ ചെയ്യണം. ഓക്കെ, സോ ക്രിയേറ്റ് റിട്ടേൺ. ഇത് ഞാനത് അൺചെക്ക് ചെയ്ത് വിട്ടു. ദെൻ സേവ് ആൻഡ് സബ്മിറ്റ്. സോ ഈ ഇൻവോയ്സ് റിട്ടേൺ ആയി. ഈ ഇൻവോയ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഡെബിറ്റ് നോട്ട് ഇഷ്യൂഡ് എന്ന് വന്നു. ഓക്കെ, ഡെബിറ്റ് നോട്ട് ഇഷ്യൂഡ് എന്നുള്ള ആ ഒരു ചെക്ക് ബോക്സിൽ വന്നു. സോ ഇതാണ് നമ്മൾ ഒരു പർച്ചേസിന് അഗെയിൻസ്റ്റ് റിട്ടേൺ ചെയ്യുന്നതും. അതേപോലെ തന്നെ ഇൻവോയ്സ് അല്ലാതെ തന്നെ ഇവിടുന്ന് ആയാലും നമുക്ക് ആഡ് കൊടുത്തിട്ട് ഈസ് റിട്ടേൺ കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ആ ഒരു എന്താ പറയുക, ഇൻവോയ്സിന് ഇവിടെ ഗെറ്റ് ഐറ്റംസ് കൊടുത്താണ്ട് ഏതാണോ റെസിപ്റ്റ്, അല്ലെങ്കിൽ ഓർഡർ ആണെങ്കിൽ ഓർഡർ, ആ റെസിപ്റ്റിന് അഗെയിൻസ്റ്റ് ഐറ്റംസ് ഫെച്ച് ചെയ്യുക, സെലക്ട് ചെയ്യുക. സോ അങ്ങനെയും കണക്റ്റഡ് മീൻസ് സ്റ്റാൻഡ് അലോൺ ആയിട്ടും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ പർച്ചേസ് റെസിപ്റ്റ് നമ്മളെ ഫ്ലോയിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ റെസിപ്റ്റ് റിട്ടേൺ ചെയ്യണം. അതേപോലെ തന്നെ ഇൻവോയ്സ് റിട്ടേൺ ചെയ്യണം. ഇതിങ്ങനെ പറയാൻ കാരണം നമുക്ക് ഇൻവോയ്സ് മാത്രം, അതായത് റെസിപ്റ്റ് യൂസ് ചെയ്ത് ഇൻവോയ്സ് മാത്രം യൂസ് ചെയ്യാം. ഇൻവോയ്സ് തന്നെ നമുക്ക് ഫർദർ ഇവിടെ വേണ്ട അപ്ഡേറ്റ് സ്റ്റോക്ക് എന്നുള്ളത് ചെക്ക് ചെയ്യാം. അപ്പോൾ അപ്ഡേറ്റ് സ്റ്റോക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റോക്ക് വെയർ ഹൗസിലോട്ട് ഇന്നാവും. ഓക്കെ, വിച്ച് മീൻസ് നമുക്ക് പർച്ചേസ് റെസിപ്റ്റിൻ്റെ ആവശ്യമില്ല. മേ ബി പർച്ചേസ് റെസിപ്റ്റ് വേണ്ടി വരും. അപ്പോൾ ആ കേസിലാണ് നമ്മളെ ഫ്ലോ വരൽ പർച്ചേസ് ഓർഡർ, പർച്ചേസ് റെസിപ്റ്റ് ആൻഡ് പർച്ചേസ് ഇൻവോയ്സ്. സോ 3 സ്റ്റെപ്പായി. അപ്പോൾ ഇത് നമുക്കൊന്നും കൂടി സിമ്പിളാക്കി ഷോർട്ട് ആക്കണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് റെസിപ്റ്റ് യൂസ് ചെയ്യേണ്ട, പർച്ചേസ് ഓർഡർ ദെൻ പർച്ചേസ് ഇൻവോയ്സ്. അപ്പോൾ പർച്ചേസ് ഇൻവോയ്സ് യൂസ് ചെയ്യുമ്പോൾ അവിടെ അപ്ഡേറ്റ് സ്റ്റോക്ക് എന്നുള്ള ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് വിട്ടാൽ മതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്നിട്ട് ഇവിടെ സെറ്റ് അക്സെപ്റ്റഡ് വെയർ ഹൗസും കൊടുക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഐറ്റം നമ്മൾ ഈ സ്റ്റോർ എന്നുള്ള വെയർ ഹൗസിലോട്ട് ഇന്നാവും.
ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റിട്ടേൺ ചെയ്യുമ്പോൾ ഈ ഒരു ഇൻവോയ്സ് മാത്രം നമുക്ക് റിട്ടേൺ ചെയ്താൽ മതി. പർച്ചേസ് റെസിപ്റ്റ് റിട്ടേൺ ചെയ്യേണ്ട ആവശ്യമില്ല. റിട്ടേൺ ചെയ്യുമ്പോഴും ഇവിടെ സെയിം അപ്ഡേറ്റ് സ്റ്റോക്ക് എന്നുള്ള ചെക്ക് ചെയ്ത് വിടാം. സോ ഇങ്ങനെയാണ് ഒരു റിട്ടേൺ ചെയ്യണത്. ഓക്കെ.